പ്ലൈവുഡ് കമ്പനികൾക്ക് ജനവാസ മേഖലയിൽ അനുമതി നൽകരുതെന്ന് ആവർത്തിച്ച് മാത്യു കുഴൽനാടൻ എം.എൽ.എ. മന്ത്രി പി രാജീവ് ഉൾപ്പെടുന്ന സദസ്സിലാണ് എം.എൽ.എ. ഇക്കാര്യം വീണ്ടും ഉന്നയിച്ചത്. എന്നാൽ അപേക്ഷിച്ചാൽ അനുമതി നൽകേണ്ടതായി വരുമെന്ന മറുപടിയാണ് മന്ത്രി അതേ വേദിയിൽ നൽകിയത്. പരിസ്ഥിതിയെ തകർക്കുന്ന പ്ലൈവുഡ് കമ്പനികൾക്ക് ജനവാസ മേഖലയിൽ അനുമതി നൽകരുതെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. പറഞ്ഞു. എന്നാൽ അപേക്ഷിച്ചാൽ അനുമതി നൽകേണ്ടി വരുമെന്ന് അപ്പോൾ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് വ്യവസായ മന്ത്രി പി രാജീവ്. ആയവന പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതി ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗത്തിലാണ് എം.എൽ.എ. ഈ കാര്യം മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. അങ്ങയോട് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്ന് കേസ്മാർട്ട് വഴി ലളിതവൽക്കരിച്ച് ഉദാരവൽക്കരിച്ച് അനുമതികൾ നൽകുമ്പോൾ ഒരു പ്രദേശത്തേക്ക് മാത്രം ഒന്നിലേറെ ഇൻഡസ്ട്രീസ്, എസ്പെഷ്യലി പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ അത് മലിനീകരണ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് അത് ഗുരുതരമായ പാരിസ്ഥിതിക വിഷയങ്ങൾ ഉണ്ടാക്കും, നാട്ടുകാർക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഒന്നിനു പിറകെ ഒന്നായി നിരവധി കമ്പനികൾ ഈ പഞ്ചായത്തിലേക്ക് വരുന്നതിനോട് പഞ്ചായത്തിനും പഞ്ചായത്ത് അംഗങ്ങൾക്കും ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ അതൊരു പ്രയാസമായി എൻ്റെ അടുത്ത് പറയുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഞാനത് നിയമസഭയിലും അങ്ങയുടെ മുമ്പിലും മുഖ്യമന്ത്രിയുടെ മുമ്പിലും ധരിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും വ്യവസായ മന്ത്രി എന്ന നിലയിലുള്ള അങ്ങയുടെ പരിമിതിയും എല്ലാം അറിയാം. എന്നാലും ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു കൺസേൺ ഈ പഞ്ചായത്തിലുണ്ട് എന്ന് ഞാനന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അനിയന്ത്രിതമായി പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. ഈ കാര്യത്തിൽ സർക്കാർ ഗൗരവത്തോടെ ഇടപെടൽ നടത്തണമെന്നും നിയമമന്ത്രി കൂടിയായ വ്യവസായ മന്ത്രി പി രാജീവ് പങ്കെടുത്ത വേദിയിൽ എം.എൽ.എ. ആവശ്യപ്പെട്ടു. കെ-സ്വിഫ്റ്റ് വഴി വ്യവസായങ്ങൾക്ക് സർക്കാർ അനുമതി നൽകുന്നത് മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ കാര്യത്തിൽ നിസ്സഹായരാണ്. ഇക്കാര്യത്തിൽ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു. എന്നാൽ കൃത്യമായ രേഖകളുമായി മാനദണ്ഡങ്ങൾ പാലിച്ച് അപേക്ഷ നൽകിയാൽ വ്യവസായങ്ങൾക്ക് അനുമതി നൽകേണ്ടി വരുമെന്നും വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറാൻ ഇത് അനിവാര്യമാണെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. എം.എൽ.എ. എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിരോധനം ഈ മേഖലയിൽ പ്ലൈവുഡ് അത് നമുക്ക് എളുപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പഞ്ചായത്തിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലാൻ ചെയ്യാം, പഞ്ചായത്ത് പ്ലാൻ ചെയ്യാം. ഇൻഡസ്ട്രിയൽ ഏരിയ, റെസിഡൻഷ്യൽ, കമേഴ്ഷ്യൽ, ടൗൺ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത്തരം കമ്പനികൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന സ്ഥലമുണ്ടാവും. ഞാൻ ഒരിക്കൽ അങ്ങോട്ട് തന്നെ പറഞ്ഞു, പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാം. 10 ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടോ? ഗവൺമെൻറ് അങ്ങോട്ട് പൈസ കൊടുക്കും. അവർ ആ മേഖല മുഴുവൻ ഇൻഡസ്ട്രിയൽ ഏരിയയാവും, റെസിഡൻസ് ഏരിയ ആയിട്ട് ദൂരം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ വ്യവസായങ്ങൾ നടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മാപ്പിംഗ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാൽ മതി. അതിന് ടൗൺ പ്ലാനിങ്ങിൻ്റെ സഹായം തേടാം. എന്നിട്ട് അതിലേക്ക് ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റുക. ബാക്കി വ്യവസായം നമുക്ക് വേണം. എങ്കിലേ പഞ്ചായത്തിന് നാളെ വരുമാനം ഉണ്ടാവുള്ളൂ, തനത് വരുമാനം ഉണ്ടാവുള്ളൂ. പരിസ്ഥിതി ബോർഡിൻ്റെ തീരുമാനപ്രകാരം ഈ പ്ലൈവുഡ് വ്യവസായം റെഡ് കാറ്റഗറി പെട്ടിട്ടില്ല. റെഡ് കാറ്റഗറിപ്പെട്ട വ്യവസായങ്ങൾ നമ്മൾ കെ-സ്വിഫ്റ്റ് വഴിയില്ല. അത് റെഡ് കാറ്റഗറി ആണെങ്കിൽ പിന്നെ എല്ലാ പരിശോധനയും കഴിഞ്ഞിട്ടേ വരുള്ളൂ. പക്ഷെ അവർ മാനദണ്ഡത്തിൽ ഈ കാറ്റഗറി പെട്ടിട്ടില്ല. പ്ലൈവുഡ് കമ്പനികൾ റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വ്യവസായമല്ലെന്നും മന്ത്രി പറഞ്ഞു. ആയവന പഞ്ചായത്തിൽ മണപ്പുഴ, മരുതൂർ, കുഴുമ്പിത്താഴം എന്നീ പ്രദേശങ്ങളിൽ പുതിയ കമ്പനികൾ ആരംഭിക്കാൻ നീക്കം സജീവമാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജീമോൻ പോൾ ആരോപിച്ചു. ആയവന പഞ്ചായത്തിൽ പ്ലൈവുഡ് കമ്പനികൾക്ക് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ജീമോൻ പോൾ മന്ത്രിക്ക് നിവേദനവും നൽകി.